ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡയറ്റ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാതെയാണ് ഈ ചിക്കൻ ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ പീസുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതോടെ ഇട്ടുക. ഇനി പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും പൊടികളും കൂടി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് വേണം ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഒന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ നിന്ന് ഇതാ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു വേറൊരു വലിയൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ വെന്ത സമയത്ത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും കൂടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചതോടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരേ ഒരു വിസിലിന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 20 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു പാകത്തിന് വെള്ളം വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരേ ഒരു വിസിലേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റൈസ് നന്നായിട്ട് വെന്ത് പോയി. ഇപ്പോൾ ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇത് ഒത്തിരി അങ്ങ് ഇനി വെന്ത് പോകണ്ട. ആവശ്യത്തിന് നമുക്ക് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഒരു നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയാണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും മുന്തിരിങ്ങയാണെങ്കിലും ഓയിലിലോ നെയ്യിലോ ഫ്രൈ ചെയ്തിട്ട് ഇടണമെന്നില്ല. ഇടാതെ തന്നെ ഈ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഹെൽത്തി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡയറ്റുകാർക്കൊക്കെ ധൈര്യമായിട്ട് ഇനി ബിരിയാണി കഴിക്കാം. എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ. നമ്മൾക്ക് ഒരു ബിരിയാണി കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടും. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് സാലഡ് എടുക്കുക, റൈസ് കുറച്ചെടുക്കുക, ചിക്കൻ പീസ് 3-4 ചിക്കൻ പീസ് എടുക്കുക. പിന്നെ നമുക്ക് എഗ്ഗ് എടുക്കാം, അച്ചാർ, പപ്പടം എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ലഞ്ച് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബായ്.